ഞാൻ കാലിടറി പോകുന്ന വഴി ഏതാണ്, ഞാൻ പെട്ടെന്ന് വീണുപോകുന്ന എൻ്റെ തിന്മയുടെ എനിക്ക് കൂടുതൽ ഞാൻ ചാഞ്ഞുപോകാൻ സാധ്യതയുള്ള തിന്മ ഏതാണ് എന്ന് എനിക്കറിയാം. നിങ്ങൾ കൂടുതൽ ചാഞ്ഞുപോകാൻ സാധ്യതയുള്ള തിന്മ ഏതാണ്, നിങ്ങളുടെ ദൗർബല്യം എവിടെയാണ്, അത് നിങ്ങൾക്കറിയാം. അള്ളാഹുവിനോട് ആ വിഷയത്തിൽ പ്രത്യേകമായി ദുആ ചെയ്യുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. യൂസുഫ് നബി അലൈഹിസ്സലാം അതാ വ്യഭിചാരത്തിലേക്ക് വിളിക്കപ്പെട്ടപ്പോൾ പറഞ്ഞ വാക്ക് ഖുർആനിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഖാല മആദല്ലാഹ്, മആദല്ലാഹ്, അള്ളാഹുൽ അഭയം, അള്ളാഹുൽ അഭയം. അവന്റെ അഭയമല്ലാതെ, അവന്റെ കാവലല്ലാതെ ഒരു കാവലില്ല. അവൻ ഹൃദയം ശുദ്ധീകരിച്ചു തന്നില്ല എങ്കിൽ മറ്റാരും നമുക്ക് നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ചു തരാനില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ദുആയിൽ നമുക്ക് കാണാം, റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മ യദ്ഊനനി ഇലൈഹി വഇല്ലാ തസ്റിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. അല്ലാഹുവേ, ഇവരീ ക്ഷണിക്കുന്ന വ്യഭിചാരത്തെക്കാൾ എനിക്കിഷ്ടം ജയിലാണ്. വഇല്ലാ തസ്റിഫ് അന്നി കൈദഹുന്ന, എൻ്റെ റബ്ബേ, ഇവരുടെ കുതന്ത്രത്തെ നീ എന്നിൽ നിന്ന് തട്ടിത്തിരിച്ചില്ല എങ്കിൽ അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. അല്ലാഹുവേ, ഞാൻ അവരിലേക്ക് ചാഞ്ഞുപോകും, ഞാൻ അവിവേകികളിൽ അകപ്പെട്ടു പോകും. നോക്കുക, ദുആ എത്ര ഹൃദയത്തിൽ തട്ടുന്ന വാക്കുകളാണത്. അതുപോലെ സഹോദര, നീ റബ്ബിനോട് ഒറ്റക്കിരുന്ന് അവനിലേക്ക് കരങ്ങൾ ഉയർത്തി നീ കരഞ്ഞു പ്രാർത്ഥിക്കുക. റബ്ബേ, നീ എൻ്റെ ഹൃദയത്തെ പിടിച്ചു വച്ചില്ല എങ്കിൽ, നീ എന്നെ സംരക്ഷിച്ചില്ല എങ്കിൽ ഈ തിന്മയിലേക്ക്, ഈ വ്യഭിചാരത്തിലേക്ക്, സ്വർഗരതിയിലേക്ക്, ഈ വൃത്തികേടുകളിലേക്ക് റബ്ബേ ഞാൻ വീണുപോകും എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക.